ഇനി നമുക്ക് ഈസി ആയിട്ടൊരു സാമ്പാർ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ സാമ്പാർ പരിപ്പും കൂടെ തന്നെ കുറച്ച് ചുവന്ന പരിപ്പും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികളാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ഇത്രയും പച്ചക്കറികളില്ലെങ്കിൽ ഉള്ളത് വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇനി നമുക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കടുക് താളിക്കാൻ എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വറ്റൽമുളകാണ്. അത് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായും ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കായമില്ലെങ്കിൽ കായപ്പൊടി ചേർത്താലും മതി. പിന്നെ ഞാനിവിടെ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉപ്പും. അതിനുശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമുക്ക് കുക്ക് ചെയ്ത സാമ്പാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം സാമ്പാർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് ഉപ്പും പുളിയും നോക്കുക. കുറവാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ശേഷം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറി ലീവ്സ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.